എന്താ ഇനി ഇത് തന്നെയാണ് എൻ്റെ ജീവിതം. ഞാനിനി മരിച്ചേ പറ്റുള്ളൂ. എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഇല്ലേ ഇവിടെ? ഒരു യാത്രക്കാരൻ ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് അവിടെ നിന്നുപോയി. ഇത്രയും വലിയ വനത്തിൽ ആരാണോ ഈ പാതിരാത്രിയിൽ കരയുന്നത്? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ആ സ്ഥലത്തോട്ട് പോയി നോക്കിയപ്പോഴേക്കും ഒരു സുന്ദരിയായ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഒരു കല്ലിന്റെ പുറത്തിരിക്കുകയായിരുന്നു. ആ യാത്രക്കാരൻ അവളുടെ ഭംഗി കണ്ട് ഞെട്ടിപ്പോയി. മോഹിനിയുടെ കണ്ണിൽ തന്നെ നോക്കി അവനെ അറിയാൻ പറ്റിയില്ല അവൻ അവളുടെ വശത്തായത് എപ്പോഴെന്ന്. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലയോ പെൺകുട്ടി, ആരാണ് നീ? നീ എന്തിനാ ഈ കാട്ടിൽ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? എന്നോട് പറ, ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ പേര് മോഹിനി എന്നാ. എന്റെ ഗ്രാമം ഈ കാടിന്റെ അടുത്ത് പാലംപൂർ എന്ന് പറയുന്ന മലയിലാ. ഞാൻ സ്വരൂപ് എന്ന് പറയുന്ന ആളുമായിട്ട് പ്രണയത്തിലാണ്. കല്യാണം കഴിക്കാൻ ഞങ്ങൾ ഗ്രാമം വിട്ടു വന്നു. പക്ഷെ അവൻ എന്നെ ചതിച്ച് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവനങ്ങ് പോയി. തിരിച്ചുപോയി അമ്മയുടെ മുഖം കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ 2 ദിവസമായിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെപ്പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോവാൻ അവൻ എങ്ങനെയാ മനസ്സ് വന്നത്? കഷ്ടം, നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലോ. നിനക്ക് ഞാൻ എന്ത് സഹായമാ ചെയ്തു തരേണ്ടത്? എന്റെ അമ്മയ്ക്ക് നല്ല വയസ്സുണ്ട്. മരണവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക. എന്റെ കല്യാണം കണ്ടാ ഭയങ്കര സന്തോഷമാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാമോ? ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്നെപ്പോലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്നോ? ഇതിനീ സ്വപ്നമാണോ? ഇങ്ങനെ ആലോചിച്ച് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ, ശരി, നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വിവാഹം കഴിക്കാം. ഓ, വിവാഹത്തിനുള്ള മാലയൊക്കെ കയ്യിലുണ്ടായിരുന്നു? അത് പിന്നെ അത് സ്വരൂപിന്റെ കൂടെ കല്യാണം കഴിക്കാൻ എല്ലാം വാങ്ങിച്ചിരുന്നു. അവൻ ഓടിപ്പോയില്ലേ. അവിടെ തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. എങ്കിലിനി എന്റെ ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. പോകാലോ ഭർത്താവേ, പോകാലോ. അതിനു മുൻപ് അമ്മേനെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകാലോ. ഓ, നിന്റെ അമ്മ കിടപ്പിലാണല്ലേ? ശരി, എന്നാൽ നമുക്ക് അമ്മയെ കണ്ടിട്ട് എന്റെ ഗ്രാമത്തിലേക്ക് പോകാം. അവൻ മോഹിനിയുടെ പിറകെ പോവുകയായിരുന്നു. അങ്ങ് മലയുടെ മുകളിൽ ഒരു ചെറിയ വീട്ടിൽ കൊണ്ടുപോയി. അവളുടെ ഭർത്താവിനെ അവൾ അമ്മേനെ പരിചയപ്പെടുത്തി. അവളുടെ അമ്മ കിടപ്പിലായിരുന്നു. അമ്മ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകാൻ പോവാ. ശരി, പക്ഷെ താലിയില്ലാതെ എന്ത് കല്യാണമായത്? അവിടെ ആ പെട്ടിക്കകത്ത് നമ്മുടെ പാരമ്പര്യമായിട്ട് ഇടുന്ന താലി അതിലുണ്ട്. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആ താലി എടുത്ത് അവനെ കൊണ്ടങ്ങ് കെട്ടിക്ക്. അമ്മ പറഞ്ഞ പോലെ ആ പെട്ടിയിൽ നിന്നും താലി എടുത്ത് അവനെ കൊണ്ട് താലി അണിയിച്ച് അവന്റെ നെറ്റിയിലും ഒരു താലി അണിയിക്കും. താലി അണിയിച്ചതും അവൻ നേരെ മനുഷ്യനിൽ നിന്നും ഒരു ആടായി മാറി. മോഹിനിയുടെ ഭംഗിയുള്ള രൂപം നേരെ ഒരു താന്ത്രികയുടെ മുഖമായി മാറി. ആ ഒരു ചെറിയ വീട് പെട്ടെന്ന് തന്നെ ഒരു ഗുഹയായി മാറി. അസുരാസുരന് നിന്റെ ഭർത്താവിന്റെ ബലി കൊടുത്ത് ഒരു വിരുന്ന് തന്നെ ഒരുക്കൂ. ആ ആടിനെ ബലി കൊടുത്തപ്പോഴേക്കും അത് മനുഷ്യനായി മാറി. എന്നെ വെറുതെ വിടൂ, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ. നിന്നെ അമാവാസ്യ രാത്രിയിൽ ഞാൻ വെറുതെ വിടാം. അപ്പൊ നീ നേരെ മുകളിലോട്ട് പോവും. അവളെ കളിയാക്കി അമ്മയും മോളും ആ യാത്രക്കാരനെ വേവിച്ചു തിന്നും. വരൂ അമ്മ, നമുക്ക് വേറെ ഗ്രാമത്തിൽ പോവാം. എത്രയെന്ന് വെച്ചാൽ ഈ ഗുഹയ്ക്കകത്തിരിക്കുന്നത്? നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു തരണം മോഹിനി? ഈ മന്ത്രവാദിനിയായ പെണ്ണിനെ ഗുഹയിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ മന്ത്രവാലി കാക്കിനെ കൊന്നേ പറ്റൂ. ഇല്ലേൽ അവളുടെ കയ്യാലെ ഞാൻ മരിച്ചു പോകും. ആ കിളവി എപ്പോഴേ മരിച്ചു കാണും. വാ അമ്മ, ഈ കാട്ടിൽ എനിക്ക് സന്തോഷമായിട്ട് തോന്നില്ല. മന്ത്രവാലി കാക്കിനെയും എന്നെയും അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. അങ്ങനെ അവൾ മരിച്ചുപോയാ അവളുടെ മൂർത്തി കറുത്തുപോയി കഷ്ണങ്ങളായി മാറണം. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പാലംപൂര് മലയിൽ നിന്നും ദൂരെ 3 മലകൾ 4 കാടുകളെ താണ്ടി ധർമ്മപൂർ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ ഇടയ്ക്ക് ഒരു വലിയ ടവറുണ്ട്.
അതിൽ വലിയൊരു മണിയുണ്ട്. മണിയുടെ മേളിലൊരു തലയോട്ടിയുണ്ട്. വൈകുന്നേരം ആവുമ്പോ ഗ്രാമപ്രധാൻ 2 വേലക്കാരെയും കൊണ്ട് അവിടെ വന്ന് കയറ് വലിച്ച് 3 പ്രാവശ്യം മണിയടിച്ചിട്ട് അങ്ങ് പോകും. ഇത് കേട്ട് ഗ്രാമം മുഴുവൻ മിണ്ടാതാവും. ഹോൺ അടിച്ചുകൊണ്ട് തന്നെ ശ്മശാനത്തിന്റെ അടുത്തോട്ട് പോവും. കവിയുടെ സമാധിക്ക് ചുറ്റിനും അരിയിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോകും. കുറച്ചേരം കഴിയുമ്പോൾ അരി കറുത്തുപോകും. ആ തലയോട്ടി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുമായിരുന്നു. ആ മന്ത്രം ഗ്രാമത്തിൽ മുഴുവൻ കേൾക്കാമായിരുന്നു. സദാ കരുകരം കർപ്പൂവളം ഉണവിഭും ദിഗം നാദം വല്ലഭം വിഭും ദിഗംഗ സിക്തം മണ്ഡലമണ്ഡിതം സദാ. ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ് 23 വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇത് ശീലമായി. വേറെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഇതെന്തോ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ധരംപൂരിൽ കല്യാണം കഴിഞ്ഞ 9 ജോഡികൾ മഞ്ജുനാഥും രേഷ്മയും ജീവിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പകാലം തൊട്ട് മഞ്ജുനാഥിന് അവന്റെ അച്ഛനമ്മേനെയും നഷ്ടപ്പെട്ടതാണ്. ഷേണായി വായിച്ചുകൊണ്ടാണ് അവൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്. ഒരു ദിവസം അവന്റെ വീട്ടിൽ കൺസേർട്ട് ബാൻഡിന്റെ കൂട്ടുകാരൻ ഗൗരിനാഥ് വന്ന് പറഞ്ഞു, അശോക്പൂരിൽ ഭൂവുടമയുടെ മോളുടെ കല്യാണത്തിന് എല്ലാരും വരാൻ ക്ഷണമുണ്ട്. അവരുടെ കൂടെ പോയാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന്. നമ്മുടെ കൂട്ടത്തിൽ ശകനായി വായിക്കാൻ അറിയാവുന്നത് നീ മാത്രമാ. അതുകൊണ്ട് ഗ്രാമമൊക്കെ കൂടുതൽ പൈസ തരും. നീയും വാ മഞ്ജുനാഥേ, ഞങ്ങള് കളിയിലേക്ക് പോവാ. വേഗം തയ്യാറാക്. എങ്കിൽ ശരി, ഞാനും വരാം. ഒരു കല്യാണത്തിന് ഷെഗനായി വായിക്കാൻ ഇത്രയും പൈസ തരുമെങ്കിൽ ഞാൻ പിന്നെന്തിനാ വരാതിരിക്കുന്നത്? ഞാൻ ഉറപ്പായും വരുമല്ലോ. പക്ഷെ അശോകപുരം വരെ പോയിട്ട് വരാൻ 10 ദിവസം എടുക്കും. പക്ഷെ അത്രയും ദിവസം എൻ്റെ ഭാര്യ രേഷ്മ തനിച്ചാകില്ല ഈ വീട്ടിൽ. അവൾക്ക് ഈ ഗ്രാമത്തിൽ പരിചയമില്ലല്ലോ. അവളെ അവളുടെ വീട്ടിലൊന്ന് ആക്കിയിട്ട് വരാം. ഒരുപാട് സമയമില്ല. രാത്രി നമുക്ക് ബാൻഡുകാരെയും കുച്ചിപ്പടിക്കാരെയും എല്ലാം കൂട്ടി വേണം പോകാൻ. ശരി, നിങ്ങൾ പുറപ്പെട്ടോളൂ. ഞാൻ എൻ്റെ വാദ്യോപകരണങ്ങളുമായി അവിടേക്ക് എത്തിയേക്കാം. അങ്ങനെ പറഞ്ഞവൻ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഭാര്യ രേഷ്മയോട് എല്ലാ കാര്യങ്ങൾ പറഞ്ഞ് അവളെ അവളുടെ വീട്ടിലേക്ക് മൗവയിലാക്കി അവൻ ഒറ്റയ്ക്ക് തന്നെ നടന്നുപോയി. മൗവയിൽ നിന്നും അശോക്പൂർ പോകുന്ന വഴി അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് അവൻ വേറെ വഴി സഞ്ചരിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തൽക്കുഞ്ച് കാട്ടിൽ സഞ്ചരിച്ച് ഇരുട്ടായപ്പോഴേക്കും ഒരു മണ്ഡപത്തിൽ കയറിക്കിടന്നു. പാതിരാത്രിയായിരുന്നു. പെട്ടെന്ന് ഏതോ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് എണീറ്റ് നോക്കിയപ്പോഴേക്കും ഇനി എന്റെ ജീവിതം ഇത് തന്നെയാണോ? ഞാൻ മരിച്ചേ പറ്റുള്ളൂ. എന്നെ രക്ഷപ്പെടുത്താൻ ഒരാണും ഇല്ലേ ഇവിടെ? ഇത് തന്നെയാണോ എന്റെ ജീവിതം? ഞാനിനി മരിച്ചേ പറ്റുള്ളൂ. എന്നെ രക്ഷപ്പെടുത്താൻ ഒരാണും ഇല്ലേ ഇവിടെ? കരയുന്ന ശബ്ദം എവിടെ നിന്നാണോ അവിടെ പോയി നോക്കി. മോഹിനി മയക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ വീഴ്ത്തി. മോഹിനിയുടെ കൂടെ മാലയൊക്കെ ഇട്ട് കല്യാണം കഴിഞ്ഞ് അവളുടെ പുറകെ ബാലംപൂരിലെ വീട്ടിലോട്ട് പോയി. ശരി, നിന്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയല്ലോ. ഇനി എന്റെ ഗ്രാമമായ ധർമ്മപുരത്തിലേക്ക് പോകാം. എന്താ, നിന്റെ വീട് ധരംപൂരിലാണെന്നോ ഉദ്ദേശിച്ചത്? കബീറ മണിയുള്ള ധരംപൂറാണോ? അതെ, അങ്ങേക്ക് എന്റെ ഗ്രാമത്തെ കുറിച്ച് അറിയുമോ? അത് പിന്നെ മോഹിനിയുടെ ചെറുപ്പകാലത്തില് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ അച്ഛന്റെ പേരെന്താണ്? രാമോജി. അങ്ങേക്ക് എന്റെ അച്ഛനെ അറിയുമോ? ഇല്ല. ആദ്യം നീ താലി കെട്ട്, എന്നാലേ കല്യാണം പൂർത്തിയാവുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കെട്ടേണ്ട താലി എടുത്തു കൊടുത്ത് വശീകരിച്ച് ആ താലി അങ്ങ് ചാർത്തും. മഞ്ജുനാഥ് മോഹിനിയുടെ കഴുത്തിൽ താലിയിട്ടപ്പോഴേക്കും അവനൊരു ആടായി മാറി. ഇത്രയും ദിവസം കഴിഞ്ഞ് ആ ഗ്രാമത്തിലെ ഒരാൾ ഇവിടെ വന്നല്ലോ. ഇതിനെ അകത്തോട്ട് കൊണ്ടുപോയി കെട്ടിവൈ. എന്താ, ഇതിന് ബലി കൊടുത്ത് കഴിക്കണ്ടേ? ഇല്ല, ഇതുകൊണ്ട് ഒരുപാട് കാര്യമുണ്ട്. നാളെ നീ ഇതിനെയും കൊണ്ട് ധർമ്മപൂരിലോട്ട് പോകണം. ഞാൻ പറയുന്ന പോലെ ചെയ്ത എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനാവും. അടുത്ത ദിവസം അവൾ കാട്ടിലോട്ട് പോകുകയായിരുന്നു. ആടിനെ ഒരു വള്ളിയിൽ കെട്ടിക്കൊണ്ട് നടന്നു പോവുകയായിരുന്നു. ധർമ്മപൂരെത്തുന്നതിന് മുൻപ് അവളൊന്ന് ഇരുന്നു. ആടിനെ അവിടെ ഒന്ന് കെട്ടിയിട്ടു. മരത്തിന്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. ഇരുട്ടായപ്പോഴേക്കും ഗ്രാമത്തിൽ നിന്നും ഹോണിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. 3 പ്രാവശ്യം മണി അടിച്ചപ്പോഴേക്കും തലയോട്ടിൽ നിന്നും മന്ത്രം വരാൻ തുടങ്ങി. സദാ സദാ കരുകരം കർപ്പൂരവലം ഗുഡം വിഭും ദിഗം നാദം വല്ലഭം ആ ഗ്രാമം മിണ്ടാതെയായി. ദിഗംഗ സിക്കദം
സൂക്ഷിച്ച്, ഒരു കാരണവശാലും ആ ഗ്രാമത്തിൽ കാലുകുത്തരുത്. നീ മരിച്ചുപോകും. നിന്റെ അച്ഛൻ കബീറയുടെ ഭാര്യയായ ഞാൻ ഒരു രക്തദാഹിനെ അകത്തോട്ട് കേറ്റാതിരിക്കാൻ പ്രേതങ്ങൾ അവിടെ ചുറ്റിന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നീ ഇതിനെ അങ്ങോട്ട് വിട്, എന്നിട്ട് പതുക്കെ പതുക്കെ അതിന്റെ അടുത്തെത്ത്. ഒരിക്കലും നീ അതിന്റെ അകത്തോട്ട് കാലുകുത്തരുത്. നീ അങ്ങനെ ചെയ്താ നീ മാത്രമല്ല, ഞാനും കൂടി ഇതിൽ അപകടപ്പെടും. ക്രൂരസിദ്ധി, ക്രൂര്യ ദിവ്യം, പ്രളയ ദശികരം, കർമാണി. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോ ആട് മഞ്ജുനാഥിന്റെ രൂപത്തിലായി. ഞാൻ എവിടാ? എനിക്കിപ്പോ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ പോലെ തോന്നുന്നേ. എന്റെ പരമേശ്വര, എന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. ഞാൻ എന്താണോ പറയണേ അതുപോലെ ചെയ്യൂ. മോഹിനിയുടെ കണ്ണുകൾ അവനെ വശീകരിച്ചെടുത്തു. അവൾ പറയുന്നത് അവൻ ചെയ്യാൻ തുടങ്ങി. ഭർത്താവേ, കബീറ മണിക്കകത്തുള്ള തലയോട്ടി നിങ്ങൾ എടുത്തോണ്ട് ഇങ്ങോട്ട് വരൂ. പോവുന്നേ. ആ ഗ്രാമത്തിൽ താമസിച്ച ഒരാൾക്കേ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ മണീനെ തൊടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തൊട്ടാൽ ആ മണി കത്തിപ്പോകും. മഞ്ജുനാഥ്, അവൻ മോഹിനിയുടെ വശത്തിലായിരുന്നു. അവൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അവൻ അറിയില്ല. അവൻ ആ കബീറയുടെ മണി എടുക്കാൻ അതിലോട്ട് കയറി. ആ തലയോട്ടി അവൻ പൊട്ടിച്ചെടുത്തു. അവിടെ തലയോട്ടി എടുത്തു കഴിഞ്ഞപ്പോ ക്ഷുദ്രജാപം നിന്നുപോയി. അവിടെ ശ്മശാനത്തിൽ ശവക്കല്ലറയിൽ അനിഷ്ടങ്ങൾ സംഭവിച്ചു. കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. അവിടെ ഒരു കിളവിത്തള്ള മഞ്ജുനാഥ് തലയോട്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. മഞ്ജുനാഥ് പോയിട്ട് മോഹിനി നിന്ന സീമയിൽ തലയോട്ടി കൊടുക്കും. മോഹിനി അതൊരു സഞ്ചിയിലാക്കി മർമ്മസിദ്ധി മർമ്മവേതൃപം ആകർഷൻ വശീകരൻ കർമാണി ഇത് ജപിച്ചു കഴിഞ്ഞപ്പോ മഞ്ജുനാഥ് വീണ്ടും ആടായി മാറി. ആടിനെ കൊണ്ടുപോയി പാലംപൂർ മലയിലോട്ട് പോയി. രാവിലെ ആയപ്പോ കബീറയുടെ മണിയിൽ നോക്കിയപ്പോ തലയോട്ടി അവിടെ ഇല്ല. ഗ്രാമത്തിലെ എല്ലാരും പേടിച്ചുപോയി. ഞാൻ മഞ്ജുനാഥ് ആ തലയോട്ടി എടുത്തോണ്ട് പോണതായിട്ട് കണ്ടിരുന്നു. ഗ്രാമപ്രധാനന്റെ നിർദ്ദേശം മൂലം മഞ്ജുനാഥിനെ ഗ്രാമത്തിൽ മുഴുവൻ തിരയാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ പോയി നോക്കിയപ്പോ അവിടെ ആരുമില്ല. ഭാര്യ വീട്ടിൽ പോയി നോക്കി, അവിടെയും മഞ്ജുനാഥ് ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിൽ നടന്നതെല്ലാം രേഷ്മയോട് പറഞ്ഞ്, നിന്റെ ഭർത്താവ് വലിയൊരു തെറ്റ് ചെയ്തു മോളെ. അവൻ കാരണം ഗ്രാമവാസികളുടെ ജീവൻ അപകടത്തിലാ. എന്റെ ഭർത്താവ് 6 ദിവസം മുമ്പ് അശോക്പൂരിലോട്ട് പോയി. ആ തലയോട്ടി കൊണ്ട് എന്റെ ഭർത്താവ് എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല, നീ കാര്യം പറ. അങ്ങനെ രേഷ്മ ഗംഗനാഥന്റെ കൂടെ ധർമ്മപൂരെത്തി. മഞ്ജുനാഥ് അശോക്പൂരിൽ പോയ കാര്യം പറഞ്ഞു. പക്ഷെ അശോക്പൂരിൽ നിന്നും കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നവർ, ഇല്ല രേഷ്മേ, മഞ്ജുനാഥ് വന്നില്ല ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ അവനെ കുറെ കാത്തു നിന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നു. ഇത് കേട്ട് രേഷ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൾ ഈ കാര്യം ആലോചിച്ച് ഭയങ്കരമായി പേടിച്ചു. അവളുടെ ഭർത്താവിന് എന്തോ അപകടമുണ്ട്. ഗ്രാമത്തിലെല്ലാരും മഞ്ജുനാഥിനെ തിരയുകയാണ്. പെണ്ണുങ്ങളെല്ലാം വീട് വിട്ടു പോവുകയാണ്. തലയോട്ടി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതുവരെ സ്ത്രീകളെ ഈ ഗ്രാമത്തിൽ പാർപ്പിക്കുന്നത് അവരുടെ ജീവന് പോലും അപകടമാണ്. ഗ്രാമപ്രധാൻ പറഞ്ഞ പോലെ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ പിള്ളേരെയും കൊണ്ട് അവരവരുടെ വീട്ടിൽ പോവുകയാണ്. കുറച്ചുപേര് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ തന്നെ നിന്നു. രേഷ്മ ഒറ്റയ്ക്ക് കരയാൻ തുടങ്ങി. അവളുടെ വീട്ടിലോട്ട് പോവാൻ അവൾ ഇറങ്ങി. അവിടെ പാലംപൂരില് തലയോട്ടി മൂർത്തിയുടെ മുമ്പിൽ വെച്ച് ക്ഷുദ്രപൂജ ചെയ്യുകയായിരുന്നു മശോജിക്ക. ക്രൂരകലേബരം, 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 ക്രൂരകലേബരം. നേടിയെടുക്കാൻ പോവുകയാണ്, നേടിയെടുക്കാൻ പോവുകയാണ്. അതൊക്കെ ശരിയാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. മനുഷ്യന്റെ മാംസം നിന്നിട്ട് 3 ദിവസമായി. ആ ആടിനെ മനുഷ്യനാക്കി തിന്നാലോ നമുക്ക്? ഒരിക്കലുമില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. തലയൊട്ടി കൊണ്ടുവന്ന് 21 ദിവസം കഴിഞ്ഞ് എന്റെ അച്ഛൻ കബീറയുടെ ശവം അതുള്ളത് ധർമ്മപൂരിലെ ശ്മശാനത്താണ്. അത് കൊണ്ടുവരണം. അതിന് അവന്റെ ആവശ്യമുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീ കാട്ടി പോയിട്ട് വേറെ ആരെങ്കിലും വളച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരി, ഇത്രയും പറഞ്ഞ് മോഹിനി അവിടെ നിന്ന് പോയി. അമാവാസിയുടെ ഇരുട്ടായപ്പോഴേക്കും ശ്മശാനത്ത് പ്രേതങ്ങൾ എണീറ്റ് പോവാൻ തുടങ്ങി. അവിടെ നിന്ന് അവർ എണീറ്റ് ഓരോ സ്ത്രീകളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരാൻ തുടങ്ങി. എന്നിട്ട് ശ്മശാനത്ത് കൊണ്ടിടും. അടുത്ത ദിവസം ധർമ്മപൂരിലെ ഗ്രാമമുഖ്യൻ മന്ത്രവാദിനി കാക്കിയുടെ അടുത്ത് പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. ആ മഞ്ജുനാഥ് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു രേഷ്മയാണ് വിവാഹം ചെയ്തത്. ശരി, ഞാൻ രേഷ്മയോട് എല്ലാം ചോദിച്ചറിയാം. നിങ്ങളുടെ ഗ്രാമത്തിനെ കബീറയിൽ നിന്ന് രക്ഷപ്പെടുത്താം. ഇങ്ങനെ പറഞ്ഞ് രേഷ്മയുടെ അടുത്തോട്ട് പോവും. എന്നിട്ട് എല്ലാം മനസ്സിലാക്കിയെടുക്കും.
അദ്ദേഹം കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി എന്നെ എന്റെ വീട്ടിലാക്കിയിട്ട് കാട്ടിലെ വേറെ വഴിയിലൂടെ പോയി. എന്നോട് പറഞ്ഞത് അശോക്പൂരിലെ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. എല്ലാരും പറയണു ധർമ്മപൂരിലെ തലയോട്ടി മോഷ്ടിച്ചെന്ന്. ആ തലയോട്ടി എന്താണ്? അദ്ദേഹത്തിന് ആ തലയോട്ടിയുമായിട്ട് എന്താണ് ബന്ധം? നിന്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന തുണികളൊക്കെ ഒന്ന് കൊണ്ടുവന്നേ. രേഷ്മ കൊടുത്ത തുണികൾ. മന്ത്രമുള്ള രേഖയിൽ ഒരു കുറുക്കൻ വന്ന് ആ തുണികളെ മണപ്പിച്ച് പോകൂ, പോയിട്ട് ആരാണോ ഈ തുണികളെ ഉപയോഗിച്ചതെന്നും ആരാണെന്നും എവിടെ നിന്നാണെന്ന് എന്നോട് പറയേ. ഒറ്റയടിക്ക് അത് പോയി ആടിന്റെ രൂപത്തിലുള്ള മഞ്ജുനാഥനെ ഗുഹേന്റെ അകത്ത് കണ്ട് തിരിച്ചു വന്ന് കാക്കിനെ കാണിച്ചു കൊടുക്കുന്നു. അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാക്കയ്ക്ക് അതിലൂടെ മനസ്സിലാവും. ഓഹോ, അപ്പൊ എന്റെ മൂർത്തിയും വെച്ച് എന്റെ മരണത്തിനാണല്ലേ അവര് കാത്തിരിക്കുന്നത്. പറയൂ കാക്കി, എന്താണ് എന്റെ ഭർത്താവിന് ഈ തലയോട്ടിയുമായിട്ടുള്ള കാര്യം? നിന്റെ ഭർത്താവിന് ആ തലയോട്ടിയുമായിട്ട് ബന്ധമുണ്ട് രേഷ്മ. 36 വർഷത്തിന് മുൻപ് ഒരു ഭാര്യയും ഭർത്താവും മുഷിച്ചിക്ക ദമ്പതിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുട്ടിയുടെ പേര് മോനിഷ എന്നാണ്. ആ അസുരാസർ എന്ന് പറയുന്ന ശുദ്ര ദേവതയ്ക്ക് 28 വയസ്സാവുമ്പോ കുഞ്ഞിനെ ബലി കൊടുക്കാനായി. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴേക്കും ഇവർക്ക് 800 വർഷം വരെ ജീവിക്കാൻ പറ്റും. ക്രൂരകലൈവദ്യ വിദ്യകൾ ചെയ്യൂവര്. ക്രൂരകലൈവധ വിദ്യകൾ ചെയ്യുന്ന ആൾക്കാർ മനുഷ്യന്റെ മാംസം മാത്രമേ തിന്നുകയുള്ളൂ. ശ്മശാനത്ത് മൂടിക്കിടന്ന ശവങ്ങൾ എടുത്തുകൊണ്ട് വരും അവര്. ചില സമയത്ത് മസൂജിക്ക അവളുടെ രൂപം മാറ്റി യാത്രക്കാരെ വലയിൽ വീഴ്ത്തിയിട്ട് അവരെ കല്യാണം വരെ എത്തിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവരെ മൃഗങ്ങളാക്കി മാറ്റി അതിനെ ബലി കൊടുത്ത് അതിന്റെ മാംസം അവര് തിന്നുമായിരുന്നു. പെൺകുട്ടികളെ വശീകരിച്ച് ഗുഹയിലിട്ട് കൊണ്ടാക്കും. അമാവാസ്യ രാത്രി വരെ അവരെ അവിടെ തന്നെ തടങ്കിലാക്കും. അമാവാസ്യ രാത്രിയിൽ അവരെ അസുരാസുരയ്ക്ക് ബലി കൊടുക്കുമായിരുന്നു. രാവിലത്തെ സമയമൊക്കെ ഗ്രാമത്തിലെ എല്ലാവരോടും സാധാരണ ആൾക്കാരെ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മോനിഷയ്ക്ക് 8 വയസ്സായപ്പോഴേക്കും ക്രൂരകലേവർ വിദ്യയിലേട്ട് അവളെ കിടത്തും. ശ്മശാനത്തിൽ പ്രേതാത്മാവിനെ എഴുന്നേൽപ്പിക്കും. എല്ലാ പ്രേതാത്മാക്കളിലും ഏറ്റവും വലിയ പ്രേതാത്മാവ് അഗ്നിജ്വാലയായിട്ട് വരാറുണ്ട്. ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ മരിച്ചുപോയവർ പ്രേതാത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇതുപോലത്തെ പ്രേതാത്മാവിന് ഭയങ്കര ശക്തിയാണ്. ഇവരെ എഴുന്നേൽപ്പിച്ച ആ മന്ത്രത്തിന് മാത്രമേ ഇവരെ നോക്കാൻ പറ്റുമുള്ളൂ. അമാവാസ്യ രാത്രിയിൽ ശ്മശാനത്തിൽ നിന്നും ഈ പ്രേതാത്മാക്കൾ ഗ്രാമത്തിലേക്ക് വന്നു ചേരും. രാത്രിയാവുമ്പോൾ സ്ത്രീകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടും. എന്നിട്ട് ഇവര് ഈ സ്ത്രീകളെ അസുരാസുരന് ബലി കൊടുക്കും. പ്രേതാത്മാക്കളെ എണീപ്പിച്ച് ഗ്രാമത്തിൽ വിടുകയാണോ? ഇതുകൊണ്ട് നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ഗ്രാമത്തിലെ ആൾക്കാർക്ക് സംശയമുണ്ട്. മോനിഷയ്ക്ക് ഇപ്പോൾ 8 വയസ്സ് പൂർത്തിയായി. 20 വർഷമായി എല്ലാ അമാവാസിക്കും നമുക്ക് അസുരദേവന് ബലി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മകളെ ബലി കൊടുക്കണം. എന്നാലേ നമ്മൾക്ക് വേണ്ട ശക്തി കിട്ടൂ. അതുകൊണ്ട് മോനിഷ നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം. ആഹാരം കഴിക്കാൻ പാടില്ല, വിവാഹവും കഴിക്കാൻ പാടില്ല. ഇതെല്ലാം ഒളിഞ്ഞു കേട്ടുകൊണ്ടിരുന്ന മോനിഷ പേടിച്ചു വിറച്ച് അവിടെ നിന്ന് പുറത്തോട്ട് പോകും. കാട്ടിലൂടെ പോകുന്ന വഴിക്ക് അവളെ ഒരു പാമ്പ് കൊത്തി അവൾ മയങ്ങി അവിടെ വീഴും. അതേ വഴി പോകുന്ന മഞ്ജുനാഥന്റെ കുടുംബം ഇവളെ കണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വിഷമെടുക്കാനുള്ള മരുന്ന് കൊടുത്ത് അവളുടെ കൂടെ തന്നെ നിൽക്കും. 3 ദിവസം കഴിയുമ്പോൾ അവൾക്ക് ബോധം വരും. അവൾ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും പറയും. അവളുടെ അച്ഛനും അമ്മയും കാരണം ഗ്രാമത്തിൽ ക്രൂര കലൈവ വിദ്യകൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അവിടെ പറയും. ഇതറിഞ്ഞ് ഗ്രാമപ്രധാൻ മശൂചിക്കേനെയും കബീരേനെയും ഗ്രാമത്തിൽ നിന്നും പുറത്താക്കും. മോനിഷ മനുഷ്യർ തിന്നുന്ന ആഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെ അവളെ അസാസുരന് ബലി കൊടുക്കാൻ പറ്റില്ല. മശൂജിക്കയും കബീരയും ഗ്രാമത്തിൽ നിന്നും ദൂരെ കാട്ടിലൂടെ പോയി. വീണ്ടും ക്രൂര കലേബർ വിദ്യകൾ തുടങ്ങാനായി ഒരു കുഞ്ഞിനും കൂടെ ജന്മം നൽകും. ഇപ്രാവശ്യ കുഞ്ഞിന് പേര് കൊടുത്തത് മോഹിനി എന്നാണ്. ജനിച്ചപ്പോ തൊട്ടേ മോഹിനിയുടെ ആഹാരമൊക്കെ മാംസം കൊണ്ട് തന്നെയായിരുന്നു. ഏതെങ്കിലും മനുഷ്യനെ വെട്ടി തിന്നണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിനോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവണമായിരുന്നു. അതുകൊണ്ട് യാത്രക്കാരെ മയക്കി അവരെ കല്യാണം കഴിച്ച് അവരുടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആടന്റെ രൂപത്തിലാക്കി ബലി കൊടുത്ത് ആ മാംസം അവര് തിന്നുമായിരുന്നു. പ്രേതാത്മാവിനെ സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടി
പ്രേതാത്മാക്കളെ അവരെ എണീപ്പിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം മോനിഷ ഭയങ്കരമായി ഛർദ്ദിച്ചു. വൈദ്യരെ നോക്കിയിട്ടും അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ മോനിഷനെ രക്ഷപ്പെടുത്താനായിട്ട് പോയി. എനിക്കറിയാം, എന്നെ അവർ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്നെ അങ്ങ് കൊന്നുകളയും. എന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു പ്രയോജനമില്ലാന്ന് പറയുന്നത് കേട്ടു. മോനിഷ പറഞ്ഞത് സത്യമായിരുന്നു. മോനിഷയുടെ ശരിക്കുമുള്ള മാതാപിതാക്കൾ കബീറയും മസോച്ചിക്കയും കശ്മാരയുടെ പ്രയോജനം നടത്തി. കാരണം അവൻ വിവരമുള്ളവനായിരുന്നു. അതുകൊണ്ട് മോനിഷ രക്ഷപ്പെടാൻ സാധ്യതയില്ല. അവസാനത്തെ ഒരു വഴി നോക്കി. അതുകൊണ്ട് മഞ്ജുനാഥനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി എണീച്ചു. പക്ഷെ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മോനിഷ മരിച്ചുപോയി. ഞാൻ ആ ഗ്രാമത്തിലുണ്ടായിട്ടും അമാവാസ്യ രാത്രിയിൽ പ്രേതാത്മാക്കൾ ആക്രമിച്ചു. ഞാൻ എന്റെ ബേത്താളിലെ മാന്ത്രിക വടി കൊണ്ട് കുറച്ച് പ്രേതങ്ങളെ ഇല്ലാണ്ടാക്കി. പക്ഷെ എന്റെ മന്ത്രമായ വടി കൊണ്ട് ആ പ്രേതത്തിനെ എനിക്ക് നിർത്താനായില്ല. അത് മഞ്ജുനാഥന്റെ അമ്മേനെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഈ ആത്മാവിന് ഭയങ്കര ശക്തിയായിരുന്നു. ഇവരെ നിർത്താൻ ആരാണോ ഇവരെ ഉണർത്തിയത് അവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവന്റെ അമ്മേനെ രക്ഷപ്പെടുത്താനായില്ല. മേളിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി. ഭാര്യ പോയതിന്റെ വിഷമത്തിൽ കുറച്ചു ദിവസം കഴിഞ്ഞ് മഞ്ജുനാഥന്റെ അച്ഛൻ രാമോജിയും മരിച്ചുപോയിരുന്നു. അവരെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും. അവരെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ കാര്യങ്ങളൊക്കെ വീണ്ടും വലുതായി. അവര് ക്രൂര കലൈവ തന്ത്രങ്ങൾ ചെയ്യുകയാണ്. ഭയങ്കര ശക്തിശാലിയായ തന്ത്രമാണത്. അങ്ങാന കബീര ജയിച്ചാൽ ഇതിൽ അവരെ നിർത്താൻ അസംഭവമായിരിക്കും. പിന്നെ എന്നാ ഇതെടുക്കൂ, ഈ ചങ്ങല കൊണ്ട് അവരെ പൂട്ടൂ, എന്റെ മുമ്പിൽ കൊണ്ടുവരൂ. അങ്ങനെ ഞാൻ കൊടുത്ത ചങ്ങല കൊണ്ട് കബീറേനെ ഞാൻ തടങ്കിലാക്കി. പക്ഷെ അപ്പോഴേക്കും മഷൂജിക്ക അവളുടെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടോ പോയി. കബീറേനെ അതേ അസുരാസുരന് ബലി കൊടുത്തു. അവൻ അതിനെ ഭയങ്കര വിശ്വാസമായിരുന്നു, പ്രേതാത്മാവ് ഗ്രാമത്തിൽ വരാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ അവന്റെ തലയോട്ടി മന്ത്രങ്ങൾ പറയുന്ന രീതിയിലാക്കിയെടുത്ത് ഗ്രാമത്തിന്റെ നടുക്കില് ഒരു മണിയാക്കി അവന്റെ തല അതിനകത്ത് കെട്ടിയിട്ടു. അവൻ ഉണർത്തിയ പ്രേതാത്മാക്കളെ തടയാൻ വേണ്ടി ശ്മശാനത്തിൽ അവന്റെ ശവത്തിനെ കുഴിച്ചിട്ടു. ആ തലയോട്ടിയിൽ നിന്നും വരുന്ന ക്ഷുദ്രമന്ത്രങ്ങൾ കാരണം പ്രേതാത്മാവിന് എണീറ്റ് ആ ഗ്രാമത്തിനെ ആക്രമിക്കാൻ സാധിക്കില്ലായിരുന്നു. നോക്കി നടത്താൻ ഒരു പിശാചിനെ നിർത്തി. കബീറയുടെ കുടുംബക്കാരെങ്കിലും അവിടെ വരികയാണെങ്കിൽ കത്തിച്ചാമ്പലാക്കാനുള്ള സംഭവം ചെയ്തു. ഞാൻ കരുതിയത് മഷൂജിക്ക ഭർത്താവില്ലാണ്ട് ക്രൂരകലൈവർ മന്ത്രങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഭർത്താവിൽ നിന്നും ആ വിദ്യകൾ അവൾ പഠിച്ച് കാട്ടിലൂടെ പോകുന്ന യാത്രക്കാരായ പുരുഷന്മാരെ വലയിൽ വീഴ്ത്തിച്ച് ബലി കൊടുത്ത് അവൾ തിന്നുമായിരുന്നു. അമാവാസ്യ രാത്രി വരെ പെൺകുട്ടികളെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ മഞ്ജുനാഥനെ അവൾ ഉപയോഗിക്കുകയായിരുന്നു. അവരെവിടെയാണെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി എന്റെ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് അസുരാസരന്റെ ഗുഹയില് ഒളിച്ചു ജീവിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും അവരെ രക്ഷാകവചത്തിൽ നിന്നും പുറത്തു വന്നാൽ അവരുടെ മരണം എന്തായാലും ഉറപ്പാണ്. എന്റെ ബേത്താൽ ഗുണം ഞാൻ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. എന്റെ ഭർത്താവിനെ തന്നെ എന്തിനാ അവർക്ക്? അവൻ പുരുഷനാണ്, അവരുടെ ബന്ധുവാണ്. ധർമ്മപൂരിന്റെ ഭൂമിയിൽ ജനിച്ച ഒരു പുരുഷന് മാത്രമേ ആ ഒരു തലയോട്ടിൽ തൊടാൻ പറ്റുള്ളൂ. ചെറുപ്പകാലത്ത് മോനിഷനെ കല്യാണം കഴിച്ചതും മഞ്ജുനാഥാണ്. അതുകൊണ്ട് മഞ്ജുനാഥ് അവരുടെ ബന്ധുവാണ്. എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ കാക്കി? അതിനു മുമ്പ് നിന്റെ ഭർത്താവിനെ കബീറയുടെ അസ്ഥിപഞ്ജരം കൊണ്ടുപോകുന്നതിന് മുൻപ് നിർത്തണം. അതിന്റെ ഇടയ്ക്ക് ഗ്രാമപ്രധാൻ വന്ന്, മന്ത്രവാദി മുത്തശ്ശി, ശ്മശാനങ്ങൾ തുറന്ന് അവിടെയുള്ള അസ്ഥികളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അയ്യോ, ഇതെന്താണ് സംഭവിച്ചത്? ഇനി അവനെ നിർത്തുന്നത് അസംഭവമാണ്. ഇനി ആകെയുള്ളത് ഒരു വഴി മാത്രമാണ്. അമാവാസ്യമാകാൻ ഇനി 2 ദിവസമുണ്ട്. അപ്പോഴേ കബീറയുടെ മോളെ ബലി കൊടുക്കുകയുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. കാക്കി രേഷ്മയുടെ ചെവിയിൽ എന്തോ പറയും. ശരി കാക്കി. ലോക്കി, എവിടെയാണെങ്കിലും എന്റെ മുമ്പിൽ വരൂ. ഏതോ മലയുടെ മുകളിൽ ലോക്കി തപസ് ചെയ്യായിരുന്നു. അവൻ കണ്ണു തുറന്നു. ഒറ്റയടിക്ക് പറന്ന് മന്ത്രവാദിനി കാക്കിയുടെ മുമ്പിൽ വന്നു ചേരും. പറയാമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ തല മുറിച്ച് എന്നെ കൊന്നുകളാ. അമ്മേ, ഞാൻ എങ്ങനെ അത് ചെയ്യും? ഇത് നീ തന്നെയാണ് ചെയ്യേണ്ടത് ലോക്കി. നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ചെയ്യ്. മന്ത്രവാദി കാക്കി ലോക്കിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. ലോക്കി അമ്മയുടെ തല വെട്ടി. കാക്കിയുടെ തല ആ മണിയിൽ തൂക്കിയിട്ടു. അങ്ങനെ ചെയ്തപ്പോഴേക്കും
പാലംപൂരില് ഗുഹയിലുണ്ടായിരുന്ന കാക്കിയുടെ മൂർത്തി കറുത്ത ഇരുണ്ട് പൊട്ടിപ്പോയി. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനെ ജീവിപ്പിക്കും. ഇനി നമ്മൾ ധർമ്മപൂരില് കാലുവെക്കും. ശരി, എന്നാ ഈ ആടിനെ മനുഷ്യനാക്കി ബലി കൊടുത്ത് നമുക്ക് തിന്നാലോ? എനിക്ക് വിശക്കൊന്നുണ്ട്. ഇല്ല ഇല്ല, കബീരയുടെ തലയോട്ടി തൊടാൻ ഇവന് മാത്രമേ സാധിക്കൂ. കബീര തിരിച്ചു വരുന്നത് വരെ ഇവനെ ജീവനോടെ വെച്ചേ പറ്റുള്ളൂ. എനിക്കും വിശക്കുന്നുണ്ട്. നീ പോയി ആരെങ്കിലും വളച്ചോണ്ട് വാ. എന്തിനാണ് ഇങ്ങനെ വളച്ചോണ്ട് വരുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോഹിനി, നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവണം. ശരി, എപ്പോഴും ഇത് തന്നെയല്ലേ പറയണത്? ഇങ്ങനെ പറഞ്ഞ അവൾ പിണങ്ങിപ്പോയി. ഇതിനു വേണ്ടിയല്ലേ ഞാൻ നിന്നെ ജനിപ്പിച്ച് വളർത്തിയത് തന്നെ. അസുരാസുരന് വേണ്ടതേ സംബന്ധമായിട്ടുള്ള ബലികളാണ്. അതുകൊണ്ട് നാളെ അമാവാസ്യ രാത്രിയിൽ സ്വന്തം മോളെ കബീരയുടെ കൈകൊണ്ട് തന്നെ ബലി കൊടുക്കും. അവിടെ കാട്ടിലിരുന്ന് മോഹിനി കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നു. അതേ വഴി വേഷം മാറി രേഷ്മ അവിടെ വരും. അവളുടെ തന്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന പോലെ കാണിച്ച് അവളുടെ പുറകെ പോയി അവൾ പറയുന്ന പോലെ താലി അണിയിക്കുകയും ചെയ്യും. ക്രൂരസിദ്ധി ക്രൂരവേ ധ്രുവം പ്രളയ വസീകരൻ കർമാണി. ഇങ്ങനെ മന്ത്രം ചൊല്ലിയിട്ടും രേഷ്മ ആടായില്ല. അവൾ വീണ്ടും മന്ത്രം ജപിക്കാൻ തുടങ്ങി. ക്രൂരസിദ്ധി ക്രൂരവേ ധ്രുവം പ്രളയ വസീകരൻ കർമാണി. എന്നിട്ടും ആടായില്ല. എന്താ ഭാര്യ, ഇതെന്ത് മന്ത്രമാണ്? പുരുഷന്റെ രൂപത്തിലുള്ള അവളുടെ ശബ്ദം കേട്ട് അമ്മയും മോളും ഞെട്ടിപ്പോയി. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഇത്രയും ദിവസം നമ്മൾ ക്രൂര കലൈവദ്യ വിദ്യ ചെയ്യുന്നതിന് നിന്നെ പ്രയോജനമില്ലാണ്ടാകും. മോഹിനി, നീ ഇതെന്താണ് കാണിച്ചത്? സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞിനെ ബലി കൊടുക്കണം, അതിന് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ മുത്തശ്ശി ആദ്യം ഇതെല്ലാം കുളമാക്കി, ഇപ്പതാ നീയോ അത് തന്നെ ചെയ്യുന്നേ. മോഹിനി ഇത് കേട്ടോടെ അവളുടെ രൂപത്തിലെത്തി. ഞാൻ എന്താ ബലിക്ക് യോഗ്യയല്ലേ? അപ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ സ്വന്തം മോളെ ബലി കൊടുക്കാൻ പോവുകയായിരുന്നോ? നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ മോഹിനി? നിന്നെ ബലി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇത്രയും വളർത്തിയതും വലുതാക്കിയതും ഒക്കെ. വരൂ, പോകാൻ നമുക്ക്. അസുരാസരന്റെ ബലിക്ക് നീ ഇനി യോഗ്യതയില്ല. നീ പോയാലും ഒരു കുഴപ്പവുമില്ല, പൊക്കോ. ഇതൊക്കെ കേട്ട് അവൾക്ക് ദേഷ്യം വന്ന് അവൾ ഗുഹയിൽ നിന്ന് രേഷ്മയുടെ കൂടെ പോയി. ധരംപൂരിലേക്ക് പോകുന്ന വഴി രേഷ്മ അവളോട് പറഞ്ഞു അവളുടെ അനിയത്തി മോനിഷ എങ്ങനെയാണ് മരിച്ചതെന്ന്, പിന്നെ മോഹിനിയെ വളർത്തി വലുതാക്കിയത് എന്തിനാണെന്നും. നീ പോയാൽ എനിക്കെന്താ? ഞാൻ ഈ മഞ്ജുനാഥ് വഴി എന്റെ ഭർത്താവിനെ ജീവിപ്പിക്കും. എനിക്കെന്താ, നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലേ? മന്ത്രവാദിനി കാക്കി മരിച്ചതോടെ എനിക്ക് ഈ ഗുഹ വിട്ട് പുറത്തോട്ട് പോവാൻ പറ്റും. എനിക്ക് എന്റെ ആഹാരം സ്വന്തമായിട്ടുണ്ടാക്കാൻ പറ്റും. ക്രൂരസിദ്ധി ക്രൂരമേ ധ്രുവം പ്രളയവസികരം കർമാണി. മന്ത്രം വായിച്ചോടെ മഞ്ജുനാഥ് മനുഷ്യരൂപത്തിലായി. എന്നിട്ട് കബീറിയുടെ തലയോട്ടി ആ ഇല്ലുംകൂടത്തിലോട്ട് ചേർത്ത് സദാ സദാ കരൂകരം കപ്രൂകലം ഉടം വിഭൂവം ദിഗം നാടം വലഭം ഭും ദിഗംഗാ സിദ്ധം മട്ടലന്ത ബിദം. മന്ത്രം വായിച്ചതോടെ കബീർ ജീവനോടെ വന്നു. പക്ഷെ രൂപം ധരിച്ചില്ലായിരുന്നു. എനിക്ക് എന്റെ രൂപം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്നെ എവിടെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്, അതേ ശ്മശാനത്തിൽ തന്നെ എന്നെ വീണ്ടും അടക്കം ചെയ്യണം. ശരി, ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോവാം. എനിക്ക് വിശക്കുന്നു. ഞാൻ ഇവനെ എന്റെ ഭക്ഷണമാക്കുകയാണ്. ഇവൻ ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ മോളെ കല്യാണം കഴിച്ചതാണ്. നമ്മുടെ മരുമകനാണ്. നമുക്കിപ്പോഴും ഇവനിൽ നിന്ന് കാര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മന്ത്രവാദിനി മുത്തശ്ശിയുടെ മുൻപിൽപ്പെട്ടാൽ ജീവൻ തന്നെ ഇല്ലാതാകും. പേടിക്കണ്ട, അവൾ ഇന്നലെ മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തു വരുമ്പോഴേക്കും ഗുഹയുടെ വെളിയിൽ നിൽക്കുന്ന ഭൂമിക അവളെ തടങ്കലിലാക്കി കൊണ്ടുപോയി ലോക്കിയുടെ മുമ്പിലോട്ടങ്ങിടും. ലോക്കി അവളെ കയറ് വെച്ച് കെട്ടിയിടും. കാക്കിയുടെ തല പറന്ന് മേലോട്ട് പോയി. അവൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞതല്ലേ ലോക്കി, ബേത്തൽ സിദ്ധി പ്രാപിച്ചവർക്ക് 21 മണിക്കൂർ വരെ ശരീരം വേർവിട്ടിരുന്നാലും ജീവിക്കാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് മോഹിനി രേഷ്മയും ധർമ്മപൂരിന്റെ അടുത്തെത്തി. സീമയുടെ അപ്പുറത്ത് മോഹിനിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് രേഷ്മ ഗ്രാമത്തിന്റെ അകത്ത് പോയി. മന്ത്രവാദിനി കാക്കിയുടെ അടുത്ത് മോഹിനിയുടെ കാര്യം പറഞ്ഞ് കാക്കീനെ സീമയുടെ അവിടെ എത്തിച്ചു.
ഗ്രാമത്തിൽ നീ കാലുവെച്ചാൽ നീ മരിച്ചുപോകും മോഹിനി. നിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോകും. അവരെ ഇല്ലാണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ രക്തത്തിൽ പിറന്ന സ്വന്തം സന്താനത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ മരിക്കണമെന്ന്. ഇവിടെ നിൽക്ക്. ഞാനും എന്റെ മകനും കബീറേനെയും മസൂചിക്കേനെയും ഇല്ലാണ്ടാക്കും. മോഹിനിനെ സീമയുടെ അവിടെ തന്നെ നിർത്തി കാക്കിയും രേഷ്മയും ഗ്രാമത്തിലോട്ട് പോകും. മോഹിനി അടുത്തുള്ള ഗ്രാമത്തിന്റെ കാട്ടിൽ മണ്ഡപത്തിൽ ഒറ്റയ്ക്ക് പേടിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ രേഷ്മ, നിന്റെ ഈ സാഹസവും നിന്റെ ഈ ധൈര്യവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്റെ ഭർത്താവ് അവിടെ ഇല്ലല്ലോ കാക്കി. നീ വിഷമിക്കണ്ട, അവൻ വന്നുകൊള്ളും. അവിടെ ഗുഹയിൽ മശൂചിക എത്താത്തത് കൊണ്ട് മഞ്ജുനാഥ് അസ്ഥി പഞ്ചരം കബീരയുടെ പുറകിൽ നടന്നുപോയി. കാക്കി മരിച്ചു എന്നാണ് അവർ വിശ്വസിച്ചത്. കബീര ഗ്രാമത്തിൽ കാലുകുത്തും. കബീര വന്നുടനെ പ്രേതാത്മാക്കളെ ഉണർത്തി കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ പെൺകുട്ടികളെ എടുക്കാൻ തുടങ്ങി. കാക്കി പറഞ്ഞ കാര്യങ്ങൾ, അമ്മ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിൽ നീ കാലുകുത്തിയാലുടനെ മരിച്ചുപോകും മോഹിനി. നിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോകും. അസുരന്റെ ബലിക്ക് നിന്നെ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നീ ജീവിച്ചാലും ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? പോണമെങ്കിൽ നീ പോയിക്കോളൂ. ഇത്രയും നാളും പാവപ്പെട്ട മനുഷ്യരെ വെട്ടി തിന്നില്ല ഞാൻ. എന്നെ കൊണ്ട് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയാൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും. ഇങ്ങനെ പറഞ്ഞവൾ ഗ്രാമത്തിൽ കാലുകുത്തും. അവൾ എവിടെ നിന്നോ അവിടെ തന്നെ ആളിക്കത്തി ചാമ്പലാകും. കാക്കി മന്ത്രം വായിച്ചപ്പോഴേക്കും ഒരായുധം പൊങ്ങി വരും. ആ ആയുധം വെച്ച് കബീരനെ മോഷ്ടിക്കേനെയും കൊന്നുകളയും. അവരവിടെ തന്നെ നിന്ന് കത്തിച്ചാമ്പലാകും. മഞ്ജുനാഥ് വശീകരണത്തിൽ നിന്നും മുക്തിയായി, ഒരു സാധാരണ മനുഷ്യനായി. ഇനി ആ ഗ്രാമത്തിന് മണിയുടെ ഒന്നും ആവശ്യമില്ല. പ്രേതാത്മാവിന്റെ ശല്യത്തിൽ നിന്നും മുക്തി കിട്ടിയ ഗ്രാമത്തിന്